ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 123. അപ്പോൾ കിതാബ് തൗഹീദിൽ സ്വാലിഹ്യങ്ങളോടുള്ള അമിതമായിട്ടുള്ള ആദരവ് അത് ഷിർക്കിലേക്ക്, സത്യനിഷേധത്തിലേക്ക് നയിക്കും എന്നത് സംബന്ധിച്ച അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷറഹ് ഏറെക്കുറെ തീർന്നു. ഇനി അതിൽ അവസാന ഭാഗമാണ് ഷറഹ് ഇആനത്തുൽ മുസ്തഫീദിൽ നിന്ന്. ഇതിൽ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ പറയണം. വനുബയ്യിനു ഹാഹുന മാ യുസ്തഫാദു മിൻ ഹാദിഹിൽ അഹാദീസി ഇഖ്തിസാറൻ. വനുബയ്യിനു, നാം വിവരിക്കുന്നു, ഹാഹുന ഇവിടെ, മാ യുസ്തഫാദു മിൻ ഹാദിഹിൽ അഹാദീസി, ഈ ഹദീസുകളിൽ നിന്ന് പ്രയോജനം സിദ്ധിക്കുന്ന ചില കാര്യങ്ങൾ ഇഖ്തിസാറൻ, ചുരുക്കമായിട്ട്. ഇപ്പോൾ പരാമർശിച്ച ചില ഹദീസുകളുണ്ടല്ലോ, ആ ഹദീസുകളെ സംബന്ധിച്ച് ഒലുവായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ഹദീസുകളൊക്കെ. അൽ മസ്അലത്തുൽ ഊല, ഒന്നാമത്തെ മസ്അല അത്തഹദീറു മിനൽ ഉലുവി, ഉലുവ് അമിതത്വത്തിൽ നിന്ന് ഉള്ള മുന്നറിയിപ്പ്, അമിതത്വം കാണിക്കുന്നതിലുള്ള മുന്നറിയിപ്പ്. ഫി മദ്ഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ്, പ്രശംസിക്കുന്നതിൽ, മദ്ഹ് ചെയ്യുന്നതിൽ. ലിഅന്നദാലിക, കാരണം നിശ്ചയം അത് യുഅദ്ദി ഇല ശിർക്ക്, അത് ഷിർക്കിലേക്ക് നയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുന്നത്, അത് അമിതമാകുന്നത്, അതിരുവിടുന്നത് ഷിർക്കിലേക്ക് നയിക്കും. കമാ അദ്ദാ ബിൻ നസാറ ഇല ഷിർക്ക്, നസാറാക്കളെ ഷിർക്കിലേക്ക് നയിച്ചതുപോലെ മസീഹ് ഈസാ അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് അവരുടെ മദ്ഹ് അമിതമായിപ്പോയി എന്നതാണ്. അൽ മസ്അലത്തു സാനിയ, രണ്ടാമത്തെ മസ്അല ഫിഹി അർറദ്ദു അലാ അസ്ഹാബിൽ മദാഇഹി നബവിയ്യത്തി, നബവി മദ്ഹുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹുകൾ എന്ന് പറഞ്ഞിട്ട് മദ്ഹുകൾ പാടുന്ന ആളുകൾ, അല്ലത്തി ഗലൗ ഫിഹാ ഫി ഹഖി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖിൽ അമിതത്വം അതിരുവിട്ട അങ്ങനെയുള്ള മദ്ഹ് പറയുന്ന ആളുകൾ. സാഹിബിൽ ബുർദ, ബുർദയുടെ സാഹിബ് ബുസൂരി വായിരി, അതുപോലുള്ള അതല്ലാത്ത ആളുകൾ. അപ്പോൾ അവർക്കെതിരെയുള്ള ഖണ്ഡനം ഇതിലുണ്ട്. അൽ മസ്അലത്തു സാലിസ, മൂന്നാമത്തെ മസ്അല ഫിഹി അന്നഹിയു അനി തശബ്ബുഹി ബിൻ നസാറ, നസാറാക്കളോട് സദൃശമാകുന്നതിലുള്ള നിരോധനം. ഈ ഖൗലിഹി, അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം, ഇബ്നു മറിയം അലൈഹിസ്സലാമിൻ്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമിനെ നസാറാക്കൾ അമിതമായിട്ട് അതിര് കവിഞ്ഞ് ബഹുമാനിച്ചതുപോലെ അങ്ങനെ നിങ്ങൾ എന്നെ ബഹുമാനിക്കരുതെന്ന് പറഞ്ഞല്ലോ, ലാ തുറൂനി എന്ന്. ഒമനിൽ ഒലുവിൽപ്പെട്ടതാണ് ഫി ഹഖി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖിൽ ഇഹ്യാഉൽ മൗലിദി കുല്ലസന, എല്ലാ വർഷവും മൗലിദ് കൊണ്ടാടുക, മൗലിദ് ജീവിപ്പിക്കുക എന്നത്, ബർത്ത്ഡേ ആഘോഷം. ലിഅന്ന നസാറ യുഹ്യൂന അൽ മൗലിദ ബിൻ നിസ്ബതി ലിൽ മസീഹി അലാ റഅസി കുല്ലി സനത്തി മിൻ താരിഖിഹിം, നസാറാക്കൾ അവരുടെ ഡേറ്റ് പ്രകാരം എല്ലാ വർഷവും മസീഹുമായി ബന്ധപ്പെട്ട്, യേശുവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈസാ അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട് മൗലിദിനെ ജീവിപ്പിക്കുന്നു, അതായത് ക്രിസ്മസ് കൊണ്ടാടുന്നു എന്നർത്ഥം. ഫബഅദുൽ മുസ്ലിമീന തശബ്ബഹു ബിൻ നസാറ, അപ്പോൾ ചില മുസ്ലിങ്ങൾ എന്ത് ചെയ്തു, നസാറാക്കളോട് സദൃശമായി. ഫഅഹദസു, എന്നിട്ട് അവർ പുതുതായിട്ട് കൊണ്ടുവന്നു അൽ മൗലിദ് ബർത്ത്ഡേ ആഘോഷം. ഫിൽ ഇസ്ലാമിൽ ബഅദ മുദിയിൽ ഖുറൂനിൽ മുഫദ്ദല, ഉത്തമമായ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം. ലിഅന്നൽ മൗലിദ, കാരണം മൗലിദ് എന്ന് പറഞ്ഞ സംഗതി, ബർത്ത്ഡേ ആഘോഷം, ലൈസ ലഹു ദിക്റുൻ ഫിൽ ഖുറൂനിൽ മുഫദ്ദലത്തി കുല്ലിഹ, ഉത്തമമായിട്ടുള്ള നൂറ്റാണ്ടുകളിൽ ഒന്നിലും, അവിടെ ഒരു കാലത്ത് ഈ ഉത്തമമായ നൂറ്റാണ്ടുകളിൽ ഒന്നും എന്തില്ല, അതിന് ഒരു മാതൃക എന്ന് ഇല്ല, ഒരു മോഡലില്ല. വൈനമാ ഹദസ ബഅദൽ മിഅത്തി റാബിഅ, 4 നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷമാണ് ഇത് ഉണ്ടായത്, പുതുതായിട്ടുണ്ടായതാണ്. ഔ ബഅദൽ മിഅത്തി സാദിസ, അല്ലെങ്കിൽ 6 നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം. ലമ്മൻഖറദ അഹദുൽ ഖുറൂനിൽ മുഫദ്ദല, ഉത്തമമായിട്ടുള്ള നൂറ്റാണ്ടുകളുടെ കാലഘട്ടം കഴിഞ്ഞ ശേഷം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ്, പിന്നെ അവരോട് ചേർന്നവർ എന്ന് പറഞ്ഞാൽ ഹിജറ 300 വരെയുള്ള ആ ഖുറൂൻ, ആ നൂറ്റാണ്ടുകൾ, ആ കാലഘട്ടം ഉത്തമമായിട്ടുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മൗലിദില്ല. അപ്പോൾ അതിന് ശേഷമാണ് മൗലിദ് ആഘോഷം വന്നത്. ഫഹു ബിദ്അത്തുൻ, അപ്പോൾ ആ മീലാദ് നബി ആഘോഷം എന്താണ്, ബിദ്അത്താണ്, ദീനിൽ പുത്തനാചാരമാണ്. വഹുവ മിന തശബ്ബുഹി ബിൻ നസാറ,
അത് നസാറാക്കളോട് സദൃശമാകുന്നതിൽ പെട്ടതും ആണ്. അൽ മസ്അലത്തു റാബിഅ, നാലാമത്തെ മസ്അല, ഫീഹി മശ്റൂഇയ്യത്തു മദ്ഹിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസിഫാത്തിഹിൽ കരീമത്തി. ഇതിൽ നിന്ന് തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാന്യമായ ബഹുമാനപൂർവ്വമുള്ള മദ്ഹ് പറയൽ അത് ഷറാക്കപ്പെട്ടതാണ്. ഉള്ള മദ്ഹ് പറയാം, യഥാർത്ഥത്തിലുള്ളത്. അബ്ദുല്ലാഹി വ റസൂലുഹു എന്നൊക്കെ, അള്ളാഹുവിൻ്റെ ദാസൻ, അള്ളാഹുവിൻ്റെ റസൂല്, അദ്ദാഇ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നയാൾ, ബല്ലഗൽ ബലാഉൽ മുബീൻ, വ്യക്തമായ പ്രബോധനം അവിടുന്ന് എത്തിച്ചു. ജാഹദ ഫില്ലാഹി ഹഖ്ഖ ജിഹാദി, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ യഥാർത്ഥ ജിഹാദ്, ത്യാഗപരിശ്രമങ്ങൾ അവിടുന്ന് ചെയ്തു. കുല്ലു ഹാദിഹി മിൻ സിഫാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തുകളിൽപ്പെട്ടതാണ്. ഫദിക്റുഹു തയ്യിബൻ, അപ്പോൾ അതൊക്കെ സ്മരിക്കൽ നല്ലതാണ്. അൽ മസ്അലത്തുൽ ഖാമിസ, അഞ്ചാമത്തെ മസ്അല, യുസ്തഫാദു മിൻ ദാലിക, അതിൽ നിന്ന് സിദ്ധിക്കുന്ന പ്രയോജനം കിട്ടുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഫായിദ കിട്ടുന്ന കാര്യങ്ങൾ, കമാലു ഷഫഖത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉമ്മത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മത്തിനോടുള്ള ആ വാത്സല്യത്തിൻ്റെ പൂർണ്ണത എന്നത്. വഅന്നഹു ഹദ്ദറഹാ മിനൽ ഇത്റാ, അമിതമായിട്ടുള്ള മദ്ഹ് പറയുക, പ്രശംസിക്കുക എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരെ മുന്നറിയിപ്പ്, തഹദീർ നൽകി. ഫി ഹഖ്ഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ തന്നെ. വഹദ്ദറഹാ മിനൽ ഉലുവി, അമിതത്വത്തിൽ നിന്ന് മുന്നറിയിപ്പ് നൽകി. വഹദ്ദറഹാ മിനൽ തനത്തുഇൽ നിന്നും, നേരത്തെ പറഞ്ഞല്ലോ, ഹലക്കൽ മുത്തനത്യങ്ങൾ, അതിതീവ്രത ഉള്ളവർ, അവർ നശിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അതിനെതിരെ മുന്നറിയിപ്പ് നൽകി. സലാസത്തു അസാലിബ ജാഅ ബിഹാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 3 ഉസ്ലൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങൾ. അൽ ഇത്റാ എന്നുള്ള വാക്ക്, ഒലുവ് എന്നുള്ള വാക്ക്, തനത്തുഇ, ഇതൊക്കെ തന്നെ വഅഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബാബി തഅക്കീദി വത്തഹദീരി മിനൽ ഉലുവ്. ഇത് 3 വാക്കുകൾ ഇവിടെ പറഞ്ഞതൊക്കെ എന്താണ്, സ്ട്രെസ് ചെയ്ത് പറയുക, മുന്നറിയിപ്പ് നൽകുക എന്ന ആ ഒരു അർത്ഥത്തിലാണ് ഒലുവ്. ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒലുവ് തന്നെയാണ്. ഇത്റാ ആകട്ടെ, ഒലുവാകട്ടെ, തനത്വ ആകട്ടെ, ഇതൊക്കെ ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരേ ആശയമാണ്. എന്താണ്, അമിതമായിട്ട് പറയുക, അമിതമായിട്ട് പ്രശംസിക്കുക, അതിര് കവിഞ്ഞ് പ്രശംസിക്കുക, ഇതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അൽ മസ്അലത്തു സാദിസ, ആറാമത്തെ മസ്അല, ഫീഹി അന്ന മൻ നഹാ അൻ ഷൈഇൻ ഫഇന്നഹു യദ്കുറുൽ ബദീല സ്വാലിഹ അൻഹു. ഒരു കാര്യം നിരോധിക്കുമ്പോൾ അതിന് പകരം നല്ലൊരു പകരം പറയൽ, പരാമർശിക്കൽ നല്ലതാണ്. ഇൻകാന ലഹു ബദീലുൻ, അതിനൊരു ബദീൽ, ഒരു പകരം, നല്ലൊരു പകരം ഉണ്ടെങ്കിൽ. ഫഇന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ നഹാഹു അനിൽ ഇത്റാഇ ഖാല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമിതമായിട്ടുള്ള പ്രശംസയെ നിരോധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഇന്നമാ അന അബ്ദുൻ, നിശ്ചയം ഞാൻ ഒരു ദാസൻ, അള്ളാഹുവിൻ്റെ ദാസൻ, അബ്ദു മാത്രമാണ്. ഫഖൂലു, അതിനാൽ നിങ്ങൾ പറഞ്ഞോളൂ, അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹുവിൻ്റെ ദാസനും അള്ളാഹുവിൻ്റെ ദൂതനും, അള്ളാഹുവിൻ്റെ അബ്ദും അള്ളാഹുവിൻ്റെ റസൂലും എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. അത് നല്ല മദ്ഹാണ്. ഹാദാ ഹുവൽ ബദീലു സ്വാലിഹ്, ഇതാണ് ഇവിടെ നല്ല പകരം. അപ്പോൾ ഇത്ര അമിതമായിട്ടുള്ള പ്രശംസ പാടില്ല, അതിന് പകരം വെക്കാവുന്ന നല്ല ബദൽ ആണ് എന്ത്? അബ്ദുല്ലാഹി വറസൂലു. അതൊരു ഉദാഹരണം പറഞ്ഞു. അൽ മസ്അലത്തു സാബിഅ, ഏഴാമത്തെ മസ്അല, ഫിൽ ഹദീസിൽ അന്നഹിയു അനിൽ ഉലുവി ഫിൽ ഇബാദാത്ത്, ആരാധനകളുടെ കാര്യത്തിലുള്ള അമിതത്വത്തിനെതിരെയുള്ള നിരോധനം. വമിൻഹ ഹസ അൽ ജിമാർ, അവിടെ ഹദീസിൽ പറഞ്ഞല്ലോ, ജംറയിൽ എറിയാനുള്ള കല്ലുകൾ സെലക്ട് ചെയ്തപ്പോൾ ചെറിയ ഒരു പാകത്തെ കല്ലുകൾ, വലിയ പോത്തൻ കല്ലുകൾ, ഉരുളൻ കല്ലുകൾ ആവശ്യമില്ല. കാലഫി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഇയ്യാക്കും വൽ ഉലുവ, നിങ്ങൾ അമിതത്വത്തെ, അതിര് കവിച്ചിലിനെ സൂക്ഷിക്കുക. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബലകും അൽ ഉലൂ, നിങ്ങൾക്ക് മുമ്പുള്ള ഉമ്മത്തുകളിൽ അവരെ നശിപ്പിച്ചത് ഒലുവാണ്, അമിതത്വമാണ് എന്ന്. വൽ ഉലുവു ഫിൽ ഇബാദാത്തി, ഇബാദത്തുകളിലുള്ള ഒലുവ്, അമിതത്വം എന്നത് അസിയാദത്തു ഫിഹാ അനിൽ ഹദ്ദിൽ മശ്റൂ, ഷറാക്കപ്പെട്ട, നിയമമാക്കപ്പെട്ട പരിധിയിൽ നിന്ന് വർദ്ധിപ്പിക്കലാണ്. കമ്മിയത്തും കൈഫിയത്തൻ വവഖത്തൻ. കമ്മിയത്ത് എത്ര എന്നുള്ളത് എണ്ണം. അപ്പോൾ ഇത്ര ഒരു എണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണത്തിൽ പരിധി കൂടുതൽ. അപ്പോൾ കൈഫിയത്ത് രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ രൂപം ഉണ്ടല്ലോ, അതിൽ കവിയ എന്നത് അത് എന്താണ്? ഒലുവാണ്. വഖത്തൻ, ടൈമാണെങ്കിൽ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച സമയം, ഒരു നിശ്ചിത സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം അത് പിന്നെ അവനാൻ്റെ വക വേറെ ഒന്നും കൂട്ടാൻ പറ്റില്ല. ഇലാ ഗൈരി ദാലിക, അതല്ലാത്തത്. നഹ്നു ലാ നുഹ്ദിസു ഷൈഅൻ മിൻ ഇൻദി അൻഫുസിന, നമ്മുടെ സ്വന്തം വകയായിട്ട് ഒന്നും നമുക്ക് പുതിയതായിട്ട് പറയാൻ പറ്റില്ല. വൽ ബിദ്അതു തൻഖസിമു ഇലാ ഖിസ്മൈൻ,
ബിദ്അത്ത് രണ്ട് ഇനങ്ങളാണ്. ബിദ്അത്തുൻ ഹഖീഖിയ്യത്തുൻ, ഹഖീഖിയായ ബിദ്അത്ത്, ഓ ബിദ്അത്തുൻ ഇളാഫിയത്തുൻ, ഇളാഫിയത്തായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തന്നെ ബിദ്അത്തായത്, തനിച്ച ബിദ്അത്ത്. ഇളാഫിയായ ബിദ്അത്ത് പറഞ്ഞാൽ ചേർത്ത് നോക്കുമ്പോൾ അത് ബിദ്അത്താണ്, ഒന്നിനോട് ചേർക്കുമ്പോൾ. അതെന്താണെന്ന് പറയാം. അൽ ബിദ്അത്തുൽ ഹഖീഖിയ, ഹഖീഖിയായ ബിദ്അത്ത് പറഞ്ഞാൽ ഇതാ ഉഹദിസ ശൈഉൻ ലാ അസ്ല ലഹു, ഒരടിസ്ഥാനവും ഇല്ലാത്തൊരു കാര്യം പുതുതായിട്ട് ദീനിലുണ്ടാക്കി. അപ്പോൾ അതെന്താണ്? മിസ്ലുൽ മൗലിദ്, മൗലിദ് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം എന്ന് പറയുന്ന സാധനം ഒരടിസ്ഥാനമില്ല അതിന്. വത്തബറുക്കി ബിൽ ആഥാർ, ആധാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്തവരുടെ ആധാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കുക. അതിന് ദീനിൽ തെളിവൊന്നുമില്ല. അത് രണ്ടും ഉദാഹരണം. ബിദ്അത്തുൻ ഹഖീഖിയ. ഇനി ബിദ്അത്തുൽ ഇളാഫിയ, ഇളാഫിയ ബിദ്അത്ത് അൻ നുഹ്ദിസ ലിൽ ഇബാദത്തിൽ മശ്റൂഅത്തി, ശറഅക്കപ്പെട്ട ഇബാദത്ത് തന്നെയാണ്. അതിന് നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കുക വഖ്തൻ, ഒരു സമയം, നിർണിത സമയം. നമ്മുടെ സൗകര്യത്തിൻ്റെ സമയം നിശ്ചയിക്കണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ആ സമയത്തിന് പ്രത്യേകത ഉണ്ടെന്നുള്ളതൊക്കെ ഒരു സമയം നിശ്ചയിക്കുക. ഔ സിഫത്തൻ, അല്ലെങ്കിൽ ഒരു രൂപം നിശ്ചയിക്കുക. ലം യുശ്രിഅഹ അല്ലാഹു റസൂൽ വല റസൂൽ, അല്ലാഹു റസൂലോ ഷറാക്കാത്ത ഒരു രൂപം നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കുക. കമാലോ കുന്ന, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ, അതുപോലെ ഇതുപോലെ ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാന യുസല്ലി നാസു യതഹജ്ജദൂന, അതായത് ഷഅബാൻ മാസത്തിലെ പകുതിയുടെ രാത്രി, ഷഅബാൻ മാസം പകുതിയാകുമ്പോൾ, അതായത് 15-ൻ്റെ ആ രാത്രി, അന്ന് യുസല്ലി നാസു, ജനങ്ങൾ നിസ്കരിക്കുന്നു കൂടുതലായിട്ട്. തഹജ്ജദൂൻ, അവരെന്ത് ചെയ്യുന്നു? തഹജ്ജുദ് നിസ്കരിക്കുക, അതേപോലെ ധാരാളമായിട്ട് ഇബാദത്തിലൊക്കെ വിടുക. ഔ നസൂമു നിസ്ഫ മിൻ ഷഅബാൻ, അല്ലെങ്കിൽ ഷഅബാൻ 15-ന് നോമ്പ് വെക്കുക. അപ്പോൾ ഇതെന്താണ്? ഇത് ബിദ്അത്താണ്. അപ്പോൾ എങ്ങനെ ബിദ്അത്ത് എന്ന് പറയാം? അപ്പോൾ സിയാമു മഷ്റൂൻ, അപ്പോൾ സിയാം, നോമ്പ് എന്ന് പറഞ്ഞാൽ ഷറാക്കപ്പെട്ടതാണ്. അപ്പോൾ ഖിയാമുൽ ലൈലി മഷ്റൂൻ, രാത്രി നമസ്കാരം ഖിയാമുൽ ലൈൽ അതും ഷറാക്കപ്പെട്ടതാണ്. ലാക്കിൻ, പക്ഷേ ഇദാ ഹദ്ദദിനാഹു ബി വഖത്തിൻ ലാ ദലീല അലൈഹി ഫാദി ബിദ്അത്തുൻ ഇളാഫിയ, പക്ഷേ അതൊരു വഖ്ത്, ഒരു സമയത്തോട് നമ്മൾ ബന്ധിപ്പിച്ചു, അതിനൊരു തഹദീദ് നിശ്ചയിച്ചു, എന്നിട്ട് ഒരു തെളിവില്ലാതെ, അപ്പോഴാണത് ബിദ്അത്തുൻ ഇളാഫിയത്താകുക. അപ്പോൾ എന്താണ്? ഷഅബാൻ 15-ന് നോമ്പ് വെക്കാൻ പാടില്ല എന്നാണോ? അല്ല, ഷഅബാൻ 15-ൻ്റെ നോമ്പിന് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതൊക്കെ ഷഅബാൻ 15 നോമ്പ് വെക്കുക. അതേസമയം അത് അയ്യാമുൽ ബീദിൽ പെട്ടതാണ്. ആ നിലക്ക് 13, 14, 15 നോമ്പ് വെക്കുക. അതിപ്പോൾ ഒരാൾക്ക് 15-നെ പറ്റുള്ളെങ്കിൽ 15 മാത്രം നോക്കിയിട്ട് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഷഅബാൻ 15-ന് പ്രത്യേകിച്ചൊരു പുണ്യമുണ്ട് എന്ന നിലക്ക് നോമ്പ് നിൽക്കുമ്പോൾ അത് ബിദ്അത്താവുന്നതാണ്. കാരണം ആ വിഷയത്തിൽ വ്യക്തമായിട്ട് സ്വഹീഹായ ഒരു ഹദീസില്ല. ഇനി അങ്ങനെ ഒരു ഹദീസ് സ്വഹീഹായിട്ടുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അത് ബിദ്അത്ത് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു സ്വഹീഹായ ഹദീസ് ഇല്ല എന്നതാണ് വാസ്തവം. അതൊരു ഉദാഹരണം പറയണം. അപ്പോൾ ഒരു ചിലപ്പോൾ ചില വിഷയങ്ങളിൽ, ഈ ഷഅബാൻ 15-ൻ്റെ വിഷയമല്ല, ചില വിഷയങ്ങളിൽ ചിലപ്പം ഒരു ഹദീസ് ളഈഫാണോ സ്വഹീഹാണോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. സ്വഹീഹാണെന്നുള്ള വീക്ഷണപ്രകാരം ഒരാൾ ആ അമൽ അത് നിർണിത രൂപത്തിൽ അങ്ങനെ, അല്ലെങ്കിൽ ആ നിശ്ചിത ദിവസം ചെയ്യുന്നെങ്കിൽ അതിന് അയാളെ ബിദ്അത്ത് ചെയ്തു, അയാൾ ബിദ്അത്തിയാണെന്ന് ആക്ഷേപിക്കാനൊന്നും പറ്റില്ല. കാരണം അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ ഇത് ഷഅബാൻ 15-ൻ്റെ ആ നോമ്പ് അത് ളഈഫായ ഹദീസേ ആ വിഷയത്തിലുള്ളൂ എന്നത് വ്യക്തമാണ്. പക്ഷേ അതേസമയം ഒരാൾ ഷഅബാൻ 15 നോമ്പ് വെച്ചു, അതിന് പ്രശ്നമല്ല. പക്ഷേ അത് ഈ പ്രത്യേകിച്ചൊരു പുണ്യമുണ്ട് എന്ന നിലക്ക് അത് പ്രചരിപ്പിക്കാനോ ആ നിലക്ക് നോൽക്കാനോ പാടില്ല. അപ്പോൾ അത് എന്താവും? ബിദ്അത്താകുമെന്നാണ്, ബിദ്അത്തുൻ ഇളാഫിയ ആകും എന്നതാണ്. അതേപോലെ ആണ് ഷഅബാൻ 15-ൻ്റെ രാത്രിയുടെ നോമ്പിൻ്റെ രാത്രിയുടെ നോമ്പല്ല, രാത്രിയിലെ പ്രത്യേക നിസ്കാരം, അന്നൊരു പ്രത്യേക നിസ്കാരം. അപ്പോൾ അത് ആ രാത്രിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അതിനൊരു അസുലുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ആ ഒരു വീക്ഷണപ്രകാരമാണ് അവരത് ചെയ്യുന്നതെങ്കിൽ മൊത്തത്തിൽ അന്ന് അവർ വർദ്ധിപ്പിക്കുന്നതിൽ തെറ്റില്ല. അതേസമയം പിന്നെ ആ രാത്രിക്ക് പ്രത്യേകിച്ച് ഇത്ര എണ്ണ റക്അത്ത്, ഇത്ര ഇന്ന കാര്യങ്ങൾ ഇന്ന രൂപത്തിൽ ഇന്ന കോലത്തിൽ നിശ്ചയിച്ചാൽ അപ്പോഴും അത് ബിദ്അത്ത് തന്നെ. അതേപോലെ ആ രാത്രിക്ക് ഫളിലുണ്ട്, പ്രത്യേകിച്ചൊരു പ്രാധാന്യമുണ്ട് എന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെടാത്ത ഒരാൾ അത് ഉണ്ട് എന്ന് തെളിവില്ലാതെ അയാൾ വിശ്വസിച്ചാൽ അപ്പോൾ എന്താണ്? അത് ബിദ്അത്താണ്. പക്ഷേ അതേസമയം അയാൾക്ക് ആസുലുണ്ടെന്ന് ബോധ്യപ്പെട്ടു, അയാളത് പ്രകാരം പ്രവർത്തിച്ചു, അങ്ങനെയാകുമ്പോൾ അതിൽ തെറ്റില്ല. എന്നിരുന്നാൽ തന്നെ എന്ത് ചെയ്യണം? അവിടെ ഷറാക്കപ്പെട്ടതല്ലാത്ത രൂപത്തിൽ ഇത്ര റക്അത്ത് നിസ്കരിക്കുക, ഇത്ര ദിക്ർ ചെല്ലുക, അങ്ങനെ ഒരു കോലം, ഒരു രൂപം അതിനുണ്ടാക്കി വെക്കാൻ പറ്റില്ല. ദിക്റുല്ലാഹി മഷ്റൂൻ, ഷറാക്കപ്പെട്ടാണ് അള്ളാഹുവിൻ്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ. അത്തസ്ബീഹു വത്തഹ്ലീലു വത്തക്ബീർ, ഇതൊക്കെ
ലാക്കിൻ ഇതാ കുല്ലാലിന്നാസ്, പക്ഷേ നമ്മൾ ജനങ്ങളോട് പറയാം സബ്യഹു അൽഫ തസ്ബിഹ, നിങ്ങൾ 1000 തസ്ബീഹ് ചൊല്ലിക്കൂടി. കബ്ബിറു അൽഫ തക്ബീറ, നിങ്ങൾ 1000 തക്ബീർ ചൊല്ലിക്കൂടി. കൂലു കഥാ അൽഫമറ, നിങ്ങൾ ഇപ്രകാരം 1000 പ്രാവശ്യം ചൊല്ലി. ബിദൂനി ദലീൽ, ഒരു തെളിവില്ലാതെ. ഫഹാദ യുഅദ്ദു ബിദ്അത്തൻ ഇളാഫിയ, ഇത് ഇളാഫിയായ ബിദ്അത്താണ്. കാരണം എന്താണ്? ഇളാഫിയായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അസ്ലിൽ അത് ബിദ്അത്തല്ല. കാരണം എന്താണ്? അവിടെ തസ്ബീഹ് തഹ്ലീൽ തക്ബീർ അത് എപ്പോഴും ഷറഅക്കപ്പെട്ടതാണ്, എപ്പോഴും ചെല്ലാം. പക്ഷേ അത് നിങ്ങൾ ഇത്ര എണ്ണം ചൊല്ലിക്കോളി നിശ്ചയിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് അവിടെ ബിദ്അത്തും ഇളാഫിയത്തും വരുന്നത്. പക്ഷേ ഒരാൾ ഇപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ മക്കളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് നമുക്കിന്ന് ഒരു 1000 നിൽക്കുകയല്ല, അതൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേ ആ 1000 പ്രത്യേകത ഉണ്ടെന്നുള്ള ആൾക്ക് അതിങ്ങനെ ദായമാക്കുക, 1000 ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം. അപ്പോൾ അത് ബിദ്അത്തിലേക്ക് നീങ്ങും. അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഖുർആൻ ക്ലാസ് എടുക്കുക, എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും രാത്രി അല്ലെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ നമ്മൾ ഖുർആൻ ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഖുർആൻ ഓതുക, ഹിഫ്ള് ചെയ്യുക. അങ്ങനെ ടൈം ടേബിൾ ഫിക്സ് ചെയ്തതിന് കുഴപ്പമില്ല, ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് അങ്ങ് ചെയ്യാം. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ട് എന്ന നിലക്ക് അത് ചെയ്യരുത് എന്നതാണ്. ആ സമയത്തിനും ആ എണ്ണത്തിനും ഒരു പ്രത്യേകത ഉണ്ട് എന്ന നിലക്ക് ചെയ്യരുത് എന്നതാണ്. അൽ മസ്അലത്തു സാമിന, 8ാമത്തെ മസ്അല, ഫിഹി അത്തഹ്ദീറു മിന തനത്തുഇ ഫിൽ കലാം, കലാമിലെ തനത്തുഇ, ഇസ്തിദ്ലാലിലെ തനത്തുഇ, ഇബാദത്തിലെ തനത്തുഇ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വഖദ് അറഫ്നാ ബിമാദാ യകൂനു തനത്തുഉ ഫിൽ കലാം വഫിൽ ഇസ്തിദ്ലാൽ വഫിൽ ഇബാദ, വിശദമായിട്ട് നേരത്തെ പറഞ്ഞതാണ്. അൽ മസ്അലത്തു താസിയ, 9ാമത്തെ മസ്അല, ഫിഹി തിക്റാർ എന്നായിരിക്കും. തിക്റാറു നസീഹത്തി ഹത്താ തർസഖ വതസ്ബുത, ഉറക്കുന്നത് വരെ, സ്ഥിരപ്പെടുന്നത് വരെ നസീഹത്ത് ആവർത്തിക്കുക എന്നത്. ഇവിടെ ലിഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കററ ഖൗലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വചനം ആവർത്തിച്ച് പറഞ്ഞു. ഹലക്കൽ മുതനത്തിഊൻ സലാസൻ, 3 തവണ പറഞ്ഞു, ഒറ്റ പ്രാവശ്യമല്ല. ഹലക്കൽ മുതനത്തിഊൻ, ഹലക്കൽ മുതനത്തിഊൻ, ഹലക്കൽ മുതനത്തിഊൻ, അമിതത്വമുള്ളവർ അല്ലെങ്കിൽ അതിതീവ്രതയുള്ളവർ നശിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണയാണ് പറഞ്ഞത്. മിൻ അജ്ലി അന്തർ സഹഹാദിൻ നസിയ, ഈ ഉപദേശം ഉറക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്കത് ഉറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വതസ്ബുത ഫി ഖുലൂബി സാമിഈന, ശ്രോതാക്കളുടെ മനസ്സുകളിൽ അത് സ്ഥിരപ്പെടാൻ വേണ്ടിയിട്ടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയുന്നതാണ്. വല്ലാഹു തആല അഅലം.